CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ത്യയിലാകെ നിറഞ്ഞു നിൽക്കുന്ന പാർട്ടിയല്ല. എന്നാൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്തെയും സംരക്ഷിക്കുന്നതിന് ഏറ്റവും വലിയ സംഭാവന ഞങ്ങളുടെ ആശയങ്ങളിലൂടെ നൽകാൻ കഴിയുന്ന പാർട്ടിയാണ്. CPIയും അതുപോലെ LDFിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്റ് അംഗങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ പോരാട്ടം നടത്തണം. കേരളത്തിൻ്റെ വികസനത്തിനും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ പാർലമെന്റിൽ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർത്തിയ 20 സ്ഥാനാർത്ഥികളെയും ഈ നാട്ടിലെ ജനങ്ങൾ വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്നത്തെ ഒരവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ്. കേരളം വളരെയേറെ മുന്നേറിയിട്ടുള്ള സംസ്ഥാനമാണ് മനുഷ്യരുടെ ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിൽ. എന്നാൽ ആ ജീവിത നിലവാരം അതേപടി നിർത്തുന്നതിനും കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നതിനും നമുക്ക് ഒരുപാട് പാടുപെടേണ്ടി വരുന്നു. അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലുള്ള തരക്കേടുകൾ കൊണ്ടാണ് എന്ന് ഇതിനകം തന്നെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതവും കേരളത്തിന് അവകാശപ്പെട്ട പദ്ധതികളും ലഭ്യമാകുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമുയർത്താൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ തവണ പാർലമെന്റ് ഇലക്ഷനിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ കേരളത്തിന് വേണ്ടി അവിടെ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത. കേരളത്തിന്റെ നികുതി വിഹിതം വെട്ടിക്കുറക്കുമ്പോഴും കേരളത്തിന് അവകാശപ്പെട്ട എല്ലാ കാര്യങ്ങളും എയിംസ് അടക്കമുള്ള, ഞാൻ കോഴിക്കോട് നിന്നിട്ടാണ് സംസാരിക്കുന്നത്, എത്രയോ തവണ നമ്മൾ ആവശ്യപ്പെട്ടതാണ് കഴിഞ്ഞ പിണറായി സർക്കാരും ഈ പിണറായി സർക്കാരും. എന്നാൽ അതിനുവേണ്ടി വാശിയോടുകൂടി പാർലമെന്റിൽ ശബ്ദമുയർത്തുന്നതിന് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ തയ്യാറായില്ല എന്ന ഖേദകരമായ വസ്തുതയാണ് നമ്മൾ കണ്ടത്. ഇവിടുത്തെ പ്രതിപക്ഷമാണ് എന്ന് കരുതി കേന്ദ്രത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോട് ഒരു പ്രതിപക്ഷ മനോഭാവം അവിടെയും കാണിക്കുകയാണ്. അതല്ലല്ലോ വേണ്ടത്. അവിടെ കേരളത്തിന് വേണ്ടിയല്ലേ വാദിക്കേണ്ടത്. അതുകൊണ്ട് അതിനവർ തയ്യാറാകാത്തത് ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്നും LDFിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ എത്തണം. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒക്കെ ഭാഗമായിട്ട് അവിടെ ഗോവിന്ദമാഷ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനിടയിൽ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത്തരമൊരവസരം വരുമ്പോൾ ആ മുന്നണിയുടെ എല്ലാം തീരുമാനം എടുക്കുന്നതിൻ്റെ ഒരു നിർണായക ഘടകമായിട്ട് ഇടതുപക്ഷത്തിന്റെ ശക്തമായൊരു ബ്ലോക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കേരള ജനതയും അത് ആഗ്രഹിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്.